ഹലോ, വെൽക്കം ബാക്ക് ടു അമൂസ് കിച്ചൻ. സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്കാണ് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നത്. ഇന്നൊരു പഞ്ചാബി ഡിഷാണ് ഉണ്ടാക്കുന്നത്. രാജ്മ ചാവൽ, ബാസ്മതി ചാവലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാം അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് തലേ ദിവസം രാത്രി കുതിർക്കാൻ വെച്ചിരുന്ന കിഡ്നി ബീനാണിത്. ഇതാണ് രാജ്മയിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐറ്റം. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ജീരകം, ബേ ലീഫ്, ഏലക്കായ കറുത്തതും പച്ചയും രണ്ടും വേണം. നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ. അതിനുശേഷം ഞാൻ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം ഈ 4 ഐറ്റം അതിലേക്കിടും. ജീരകം 2 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കണം. ചെറുതായിട്ട് ചെറിയ ചൂടിൽ വെച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വഴറ്റാൻ വേണ്ടി നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കരുത്, പ്രത്യേകം സൂക്ഷിക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് ചേർക്കാം. അതും ചേർത്ത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന 2 തക്കാളി, വലിയ തക്കാളി അതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിയാനുള്ള സാധ്യതയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണേ. ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ടതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ. അതിനുശേഷം പച്ചമുളകെല്ലാം മാറിക്കിട്ടും. പച്ചമുളക് മാറിക്കിട്ടതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ശേഷം മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ അതും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഏകദേശം ഒരു നല്ലൊരു കളർ ഇപ്പം കിട്ടും. ഇതുപോലെ കളർ വരും. അതിനുശേഷം നമ്മൾ ആദ്യമേ കഴുകി വെച്ചിട്ടുള്ള കുതിർക്കാൻ വെച്ചിരുന്ന കിഡ്നി ബീൻ ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 കപ്പ് ചുടുവെള്ളം, ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ആവശ്യമുള്ള നമുക്ക് എങ്ങനെ ഗ്രേവി വേണോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നമ്മുടെ ഇഷ്ടമാണത്, എത്ര ഗ്രേവി വേണമെന്നുള്ളത് അത് നമ്മൾ തീരുമാനിച്ചാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം, നന്നായി വേവാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? അതിലേക്ക് നമുക്ക് കസ്തൂരി മേത്തി നല്ല ഫ്ലേവർ കിട്ടാൻ അതിലേക്ക് നല്ല കൈകൊണ്ട് തിരുമ്മി അതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് മല്ലിയില അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇതും ഫ്ലേവർ കിട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യമുള്ളവർക്ക് ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. ഇത് ചപ്പാത്തി, പൂരി, പൊറോട്ട ഇതിൻ്റെ ഒക്കെ കൂടാൻ, ഇതുപോലെ ചോറിനും കൂടെ കഴിക്കാൻ കേട്ടോ. ചോറിനും കൂടെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ തൂവിയിരിക്കുന്നത് മസാല, ഗരം മസാലയാണ്. അപ്പോൾ നമുക്കൊരു പിടിപിടിക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, അതുപോലെ ബാസ്മതി റൈസ്, രാജ്മ, സലാഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് നല്ലൊരു പിടുത്തം പിടിക്കാം. ഈ ചാനൽ പുതിയതായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കോൺ അടിക്കുക. സോ എല്ലാ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.